രാജീവ് ചന്ദ്രശേഖർജി സുരേന്ദ്രനിൽ നിന്ന് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു പലർക്കും. നിഷ്പക്ഷമതികളായിട്ടുള്ള കുറേ ആളുകൾ അദ്ദേഹത്തിൽ പ്രതീക്ഷ വച്ചിരുന്നു. ഈ ഇടതുപക്ഷത്തിൻ്റെ അഴിമതി ആരോപണങ്ങളും മറ്റുള്ള ചെയ്തികളും എല്ലാം കണ്ട് 10 വർഷത്തോളം മനമെടുത്ത് നിൽക്കുന്ന പൊതുജനം, അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസ് അത്രത്തോളം ശോഭിച്ചില്ല എന്നുള്ള പരാതി മറുവശത്ത്. അങ്ങനെ ഇരിക്കെ നമുക്ക് ബി.ജെ.പി എന്നുള്ള ഒരു ദേശീയ സംഘടനയുടെ ഇത്രയും വലിയ പോപ്പുലറായിട്ടുള്ളൊരു സംഘടന, ഒരു പോപ്പുലറായിട്ടുള്ളൊരു പ്രധാനമന്ത്രി, അതിശക്തരായിട്ടുള്ള നേതാക്കന്മാർ, അപ്പോൾ ഇവരുടെയൊക്കെ ഇടപെടലിലൂടെ കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന് വിശ്വസിച്ച ഒരു കൂട്ടം ആളുകൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ ജാതിഭേദമന്യേ അല്ലെങ്കിൽ മതഭേദമന്യേ ഉണ്ടായിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ആളുകളുടെ മനസ്സിനെ വീണ്ടും അവരിൽ നിന്ന് അല്ലെങ്കിൽ ബി.ജെ.പിയിൽ നിന്ന് അകറ്റുന്ന വാർത്തകളാണ് ഇപ്പോൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് സംഭവം തന്നെ, പാലക്കാടിൻ്റെ ഒരു ജില്ലാ നേതാവ് ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടു, അല്ലേ? അപ്പോൾ അതുമാത്രമല്ലാതെ വേറെ ആരൊക്കെയോ ഇങ്ങനെ വന്ന് തലവെട്ടും കൈവെട്ടും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന വീഡിയോകൾ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളല്ല, അത് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ക്യാമറയ്ക്ക് മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ മീഡിയയ്ക്ക് മുമ്പിൽ വരുമ്പോൾ അവർക്ക് ആവേശം കൊണ്ട് അവർ പറഞ്ഞു പോകുന്നതാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ അത് മാക്സിമം മുതലാക്കുക, അല്ലെങ്കിൽ അവരെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു സ്റ്റണ്ട് എന്നുള്ള നിലയിലാണ് അവർ ആ വർത്തമാനങ്ങൾ പറയുന്നത്. മനസ്സിലായില്ല, നമ്മൾക്ക് എല്ലാവർക്കും ആ ആളുകളുടെ മുഖം മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്, അല്ലേ? ആ മുഖങ്ങൾ മനസ്സിൽ പതിയുന്നതോടൊപ്പം ബി.ജെ.പിയോടുള്ള ഒരു പേടിയും കൂടെ നമുക്ക് അധികമാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചു കാലമായിട്ട് ഇല്ലാത്തതായിരുന്നു ഈ പാലക്കാടും പ്രദേശത്തും, അല്ലെങ്കിൽ പൊതുവെ തന്നെ ഇത്തരം പ്രവണതകൾ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ പ്രബുദ്ധ കേരളം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ അക്രമങ്ങളും എല്ലാ പാർട്ടിക്കാരും, CPM ആയാലും രക്തസാക്ഷികളെ ആഘോഷിക്കുന്ന ഏത് പാർട്ടി ആയാലും അവരെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. നമുക്ക് പണ്ട് ഹർത്താലൊക്കെ നിരന്തരം ഹർത്താലുകൾ ഉണ്ടായിരുന്നു, അല്ലേ? നമുക്ക് ഇപ്പോൾ ഹർത്താലില്ല. അതുപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഇല്ലാത്തൊരു കേരളം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട്, എല്ലാ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാവരും. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ബി.ജെ.പി ഭരിക്കുന്ന നഗരസഭയോട് ബന്ധപ്പെട്ട് അവർ സ്ഥാപിക്കുന്ന ഒരു ഭിന്നശേഷി ആയിട്ടുള്ളൊരു കെട്ടിടത്തിൻ്റെ പേരിലുണ്ടായ ഇഷ്യൂസ് കാരണം അതെന്തുമായിക്കോട്ടെ, അത് രാഷ്ട്രീയമായിട്ട് നേരിടാം അല്ലെങ്കിൽ നിയമപരമായിട്ട് നേരിടാം. ഇത്തരത്തിൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് ഒരു ജില്ലയുടെ നേതാവോ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോ ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ തലയെടുക്കും, കൈയെടുക്കും, കാലെടുക്കും എന്നൊക്കെ പറയുന്നത്, അത് എത്രത്തോളം അംഗീകരിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധാരണക്കാർക്ക് പറ്റുന്നതാണ്? ഇതൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാകും അവർ ബലശാലികളാണ്, ഈ ബലശാലികളുടെ കൂടെ ജനങ്ങളുണ്ടാകും എന്നൊക്കെ ആയിരിക്കുമോ അവരുടെ ധാരണ. അത് തെറ്റിദ്ധാരണയാണ്. അത് അവർക്ക് അതിൻ്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കി കൊടുക്കാൻ പോകുന്ന നേതാക്കന്മാർ അവരുടെ മുകളിലില്ലേ എന്ന് തന്നെ തോന്നിപ്പോകുന്നു. അപ്പോൾ ചന്ദ്രശേഖർജി അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി, അങ്ങേക്ക് ഈ ബി.ജെ.പി വളരണം എന്ന ആഗ്രഹം ആത്മാർത്ഥതയായിട്ട് തന്നെ ഉണ്ടെങ്കിൽ, ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തരം ദുഷ്ചെയ്തികളെ നിലയ്ക്ക് നിർത്താൻ ആദ്യം ശീലിക്കുക, അല്ലെങ്കിൽ നിലയ്ക്ക് നിർത്തുക എന്നുള്ളതാണ് ഒരു നിഷ്പക്ഷവാദി അല്ലെങ്കിൽ ബി.ജെ.പിയുടെ കൂടെ അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്. ഞാൻ ആരുടെയും പക്ഷം പിടിച്ച് പറയുന്നില്ല. ബി.ജെ.പി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. ആരും വന്നോളട്ടെ, നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ ജനങ്ങൾക്കും നല്ലത് സംഭവിക്കണം എന്നാഗ്രഹിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഈ പ്രവണതകൾ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴേക്കല്ലാതെ മുകളിലേക്ക് വളരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലാത്തവരാണ്. നിങ്ങൾ ഭരിക്കുന്ന നഗരസഭ അടുത്ത ഇലക്ഷനോടുകൂടി അതും കൂടെ ഇല്ലാതാവുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ പാലക്കാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആളുകളെയൊക്കെ തന്നെ സ്ഥാനത്തിരുത്തുന്നത് തന്നെ നിങ്ങളുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ ബി.ജെ.പിക്ക് വലിയ പേരുദോഷം ഉണ്ടാക്കി വയ്ക്കും എന്ന് അറിയുന്ന ആളുകൾ തലപ്പത്തുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആക്ഷൻ എടുക്കുന്ന ആളുകളുണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ടാകും ജനങ്ങൾക്ക്, ശരിയാണ്, നമ്മൾ ഉദ്ദേശിച്ചത് ശരി തന്നെയാണ്, ഒരു അക്രമത്തിൻ്റെ വഴിയൊക്കെ ഉപേക്ഷിച്ച് സമാധാനത്തിൻ്റെ ആളുകൾ തലപ്പത്തിരിക്കുന്നുണ്ട്, അവർ അക്രമം കാണിക്കുന്ന അണികളെ നിയന്ത്രിക്കാനുള്ള ആളുകളുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം പ്രവണതകൾ കണ്ടില്ല, ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഒരു വശത്തുനിന്ന് പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ഈ കേരള ബി.ജെ.പി മറ്റൊരു വശത്തുനിന്ന് ഊരി വീഴ്ത്തുന്ന അണികൾ അല്ലെങ്കിൽ ഇതുപോലത്തെയുള്ള നേതാക്കന്മാർ, ചെറിയ താങ്കൾക്ക് താഴെയുള്ള നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതോടെ തിരിച്ചറിയാം. ആ തിരിച്ചറിവ് താങ്കൾക്കും ഇല്ല എങ്കിൽ പിന്നെ ബി.ജെ.പി കേരളത്തിൽ രക്ഷപ്പെടും എന്ന തോന്നൽ ആർക്കും തന്നെ വേണ്ട. അത് വാസ്തവമല്ലേ? അപ്പോൾ അതത്രയാണ് പറയാനുള്ളത്. പറയാതിരിക്കാൻ വയ്യ എന്നുള്ളൊരു ഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ കേരളത്തെ ഒരു കൊലക്കളമാക്കി മാറ്റി, അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ മോഡൽ ഒരു കലാപഭൂമിയാക്കി തീർക്കാനുള്ള ഒരു ശ്രമവും ഇവിടെ നിലനിന്നുകൂടാ
എന്നാഗ്രഹിക്കുന്നുകൊണ്ട് കൂടെ പറയുന്നതാണ്. നന്ദി, നമസ്കാരം.